ശവമടക്കിന് വരാം, എനിക്ക് 25,000 രൂപയും പുഴുക്കും വേണം. ചില സ്വകാര്യ ആഗ്രഹങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വ്യാക്കൂണെന്ന് പറയും. അതെല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് ഹിസ് ഗ്രേസ് ബിഷപ്പുമാർക്കും കുഞ്ഞാടുകൾക്കും എന്നു വേണ്ട, മനുഷ്യരായി പിറന്ന എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ നമ്മളാരും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. പോകുന്ന എല്ലായിടത്തും ഇത് സാധിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കാറുമില്ല. വിവേകമുള്ള മനുഷ്യരങ്ങനെയാണ്. അവർ ഈ ആഗ്രഹങ്ങൾ നേരവും കാലവും ആളും തരവും ഒക്കെ നോക്കി മാത്രമേ പുറത്തെടുക്കൂ. എന്നാൽ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാംഗമായ യോഹന്നാൻ എന്നൊരച്ചായൻ എന്നെ വിളിക്കുകയുണ്ടായി, കുളനടയിൽ നിന്നും. അദ്ദേഹം പറഞ്ഞത് ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ്റെ വ്യാക്കുണിനെ കുറിച്ചാണ്. ആ മെത്രാൻ മറ്റാരുമല്ല, ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ മെത്രാൻ തീമോത്തിയോസ് ആണ് കക്ഷി. അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിലെ ഒരു ഇടവകയിലെ ഒരു വീട്ടമ്മ ഇക്കഴിഞ്ഞ ഡിസംബർ 21-ാം തീയതി ക്യാൻസർ രോഗത്താൽ മരണപ്പെട്ടു. അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ അവരുടെ ഭദ്രാസന മെത്രാപ്പോലിത്തയായ തീമോത്തിയോസിനെ വിളിക്കുവാൻ അവരുടെ കുടുംബക്കാർ ഇടവക വികാരിയായ ഷിബു എന്ന പാതിരിയോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കണ്ടീഷൻ, തിരുമേനി വരും, പക്ഷേ 25,000 രൂപ കൈമുത്തായും കൊടുക്കണം, പിന്നെ പുഴുക്കും കൊടുക്കണമെന്ന്. ആദ്യം ഇത് കേട്ടപ്പോൾ ഈ അവിഞ്ഞ കഥയൊക്കെ എന്തിനു കൊടുക്കണം എന്ന് തോന്നിയെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു മരണ വീടാണ്. അതും ആദ്യം പിതാവും പിന്നീട് മാതാവും നഷ്ടപ്പെട്ട പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്. അവർ അവരുടെ മാതാവ് മരിച്ചു കിടക്കുമ്പോൾ ഭാരപ്പെട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുമ്പോൾ മെത്രാന് പണിപ്പെട്ട് പുഴുക്കുണ്ടാക്കി കൊടുക്കേണ്ടുന്ന ആ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. ദുഃഖാവസ്ഥയിലായിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ ഒരു വിവരങ്ങളും ഞങ്ങൾ പുറത്തുവിടുന്നില്ല. നടന്ന സംഭവത്തെക്കുറിച്ച് യോഹന്നാൻ അച്ചായൻ പറയുന്നത് കേൾക്കുക. ഞാൻ ഈ കഴിഞ്ഞ 21-ാം തീയതി നമ്മുടെ കൊളനട പള്ളിയിലെ 56 വയസ്സുള്ള ഒരു മരണമുണ്ടായി. അവിടെ വന്ന് തീമോത്തിയോസ് മെത്രാപ്പൊലിത്ത ആ വീട്ടിലെ വിഡോയാണ് പുള്ളിക്കാരത്തി. പുള്ളിയുടെ 3 പെൺപിള്ളേരാ ഉള്ളത്. ആ വീട്ടിലെ അടക്കത്തിന് വിളിച്ചപ്പോൾ എനിക്ക് 25,000 രൂപയും പുഴുക്കും വേണമെന്ന് പറഞ്ഞു. പുഴുക്കോ? പുഴുക്ക്. ഉച്ചയ്ക്ക് ഒരു ശവസംസ്കാരമുണ്ട്, അവിടെ പോവുക. അപ്പൊ അവിടെ ഊണാ. അപ്പം വൈകിട്ട് 4 മണിക്ക് പുള്ളിക്ക് പുഴുക്ക് വേണം. ആ പുള്ളിക്കാരത്തി ഒരു ഒരു സ്ത്രീയായിരുന്നു, പറഞ്ഞ് തിരുമേനിയെ വിളിച്ച് എൻ്റെ അടക്കം നടത്തണമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഇവർ വിളിച്ചത്. അപ്പൊ ആ അച്ഛന് ഇവര് വീട്ടിൽ വന്ന് പറഞ്ഞു 25,000 രൂപയും പുഴുക്കും. എന്നിട്ട് അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ, ഈ ഒരു ഹയാക്ക് ബോട്ട് ആക്സിഡന്റിൽ മരിച്ചുപോയ പുള്ളിയുടെ വൈഫ് ആണ്, അവരുടെ ബന്ധുക്കാരാ. ആ വീട്ടിൽ നിന്ന് അവർ കപ്പയും ചീമച്ചേമ്പും ഇതുമെല്ലാം പുഴുങ്ങി കൊണ്ടുവന്ന് കൊടുത്തു. എന്നാലും ഒരു മത്തോമാക്കാരൻ എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ, എന്നാലും ഇതുപോലെ ഇങ്ങനെ ഉള്ള മെത്രാപ്പോലിത്തന്മാരുണ്ട്, 25,000 രൂപയും പുഴുക്കും വേണമെന്ന് അച്ഛൻ ചെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര ഒരു വിഷമം. എൻ്റെ ദൈവമേ, 3 അപ്പനും അമ്മയും ഇല്ലാത്ത 3 പിള്ളേർ, അവരെന്ത് കഷ്ടപ്പെട്ട് ക്യാൻസർ ആയിരുന്നു പുള്ളിക്കാരത്തേക്ക്. അപ്പൻ ഒരു 2 വർഷം മുമ്പ് മരിച്ചതാ. മൂത്ത മോളെ കെട്ടിച്ച് അത് പിന്നെ ദുബായിലെ വെള്ളത്തിൽ ഓടിച്ചോണ്ടിരുന്നപ്പം മരിച്ചു പോയതാ. ആ വീട്ടിലാണ് ഈ പറയുന്നത്. ഇത് കേട്ടപ്പം മുതൽ എനിക്ക് ഭയങ്കര വിഷമം. അന്നേരം മുതൽ ഞാൻ ആരോട് പറയാൻ, അപ്പൊ ഞാൻ സുനിലിനോട് അല്ലാതെ വേറെ ആരുമില്ല. ഈ വീട്ടുകാർക്ക് പരാതിയൊന്നും കാണാൻ സാധ്യതയില്ലല്ലേ? വീട്ടുകാർക്ക് പരാതിയില്ല, അവര് വളരെ ഭക്തരാ. അതുകൊണ്ടല്ലേ തിരുമേനിയെ വിളിക്കണമെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാ. അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനിയെ വിളിച്ചൊക്കെ നടത്തിയേനെന്ന് പുള്ളിക്കാരത്തി ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ, അവര് നല്ല ബോൾഡായിട്ടുള്ള 3 പെൺപിള്ളേരാ. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയാണോ ഇപ്പം മരിച്ചത്? ഇപ്പം മരിച്ചത് വെള്ളൂര്, ഉള്ളന്നൂരാ വീട്. കറക്റ്റ് കേട്ടോ. ഉള്ളന്നൂര് ചെറിയ പള്ളിയാ, ഓർത്തഡോക്സ്, സെന്റ് ജോർജ് ഓർത്തഡോക്സ്. എന്നിട്ട് അവർ അവസാനം ഈ 25,000 രൂപയും പുഴുക്കും കൊടുത്തോ? അവർക്ക് കൊടുത്തു. അവര് പിള്ളേരോട് പറഞ്ഞിരുന്നല്ലേ, അച്ഛനെ വിളിച്ച് അച്ഛൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇത്രയും കൊടുക്കണമെന്ന്. അപ്പൊ പിള്ളേര് കൊടുത്തു, പുഴുക്കും കൊടുത്തു. 25,000 ഒരു മരണ വീട്ടിൽ വന്നിരുന്ന ഇയാൾ ഈ പുഴുക്കൊക്കെ തിന്നോ? അതല്ലേ ഞാനത് കേട്ടപ്പോ മുതൽ എന്റെ സുനില്, ഇതൊക്കെ വെളിയിൽ ഇറങ്ങില്ലെങ്കിൽ എങ്ങനെ ഇവരെന്തോയി കാണിച്ചു കൂട്ടുന്നത്? വളരെ നമുക്ക് സാധാരണ ഒരു മരണ വീട്ടിൽ പോയാൽ
നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വീടുകളിൽ പോയാൽ പോലും നമുക്ക് അവിടെ ചെന്ന് ഒരു ചായ പോലും കുടിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ആരും ഒരു മനുഷ്യനും ചെയ്യാത്ത പ്രവർത്തികൾ. എനിക്ക് പുഴുക്ക് വേണം. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഒരു മരണം ഉണ്ടായിരുന്നു. പുള്ളി അവിടെ പ്രസംഗിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു മരണം കഴിഞ്ഞാൽ വന്ന സ്ത്രീ സമാജത്തിന്റെ ഒക്കെ വലിയ ആളായിരുന്നു. അപ്പൊ അവിടെ ഊണുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നാൽ ഉടനെ പുഴുക്ക് വേണം. അത് പുഴുക്ക് അവര് കപ്പയും ചീമച്ചേമ്പും കാച്ചിലും എല്ലാം പറിച്ച് ഏത്തക്കായും എല്ലാം കൂടെ പുഴുങ്ങി കൊടുത്തു 4 മണിക്ക്. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അവിടെ ശവടക്കിൽ നിന്നിട്ട് ഈ പുഴുക്കിന്റെ കാര്യമായിരുന്നു ഓർമ്മയെന്ന് ആ പുള്ളിക്കാരത്തി എന്നോട് പറയുക. ഇങ്ങനെ ചോദിക്കുന്ന മെത്രാന്മാരുണ്ടോന്ന് ചോദിച്ചു. അതായത് ശവസംസ്കാരം നടത്തുന്നതിനേക്കാളും അവർക്ക് ടെൻഷൻ ഇയാക്കി പുഴുക്കുണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു അവരുടെ ടെൻഷൻ. ആയിരുന്നു അവര് കല്ലൂപ്പാറ എങ്ങാണ്ട് എന്നും അവിടെ നിന്നെല്ലാം പറിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി കൊടുത്തെന്നേ. അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഇവർക്ക് കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചു ഇതെവിടുന്നായിരുന്നു. അന്നേരമായി ഈ സംഭവം പറയുന്നത്. ഇതിൽ കൂടുതൽ എന്തോ കേൾക്കേണ്ടത്. ഞാൻ എന്നും സിനിമയിൽ ഒരു 10 പ്രാവശ്യം കാണും. ഒന്നുതന്നെ 10 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ വെളിയിൽ വരണം ഇതിലോ. അതുപോലെ തന്നെ ഇന്നലെ ആഞ്ഞിൽത്താനം പള്ളിയിൽ ഒരു കല്യാണം നടന്നു. ആഞ്ഞിൽത്താനം പള്ളിയിൽ പെണ്ണും ചെറുക്കനും അകത്ത് കയറുന്നതിന് മുമ്പേ മെത്രാനെ ശുശ്രൂഷ അങ്ങ് തുടങ്ങി താമസിച്ചെന്നും പറഞ്ഞ്. ഇനി ഇടവക വികാരി ഷിബു പാതിരിയോട് കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പിടിതരാതെ ഒഴിഞ്ഞു മാറി. ഞാൻ വിളിക്കുന്നത് സുനിലായിരുന്നു വിളിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഞാൻ തിരുമേനി അവരുടെ കയ്യിൽ നിന്നും 25,000 രൂപയും പുഴുക്കും വേണമെന്ന് പറഞ്ഞ് അവര് പറഞ്ഞു. അന്നേരം അതാ ഞാൻ ചോദിച്ചു. അന്നേരം അച്ഛനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് ഈ 25,000 രൂപയും പുഴുക്കും വേണമെന്ന് തിരുമേനി പറഞ്ഞു എന്നുള്ളത് സത്യമാണോ? അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാട്ടെ, ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്നാൽ മെത്രാനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹവും ഉത്തരം മുട്ടി ഫോൺ കട്ട് ചെയ്തു. ഞാനൊരു മീറ്റിംഗിലാവശ്യമല്ല, ഞാനൊരു കൗൺസിലിംഗ്. ഞാൻ പെട്ടെന്നൊന്ന് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വെച്ചേക്കാം. കാരണം എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നില്ല. പറഞ്ഞത് ഇതാണ്, 25,000 രൂപയും പുഴുക്കും വേണമെന്ന് ഡിമാൻഡ് ചെയ്തോ കൊടുക്കുകയും ചെയ്തു. ഞാനെന്ത് ചെയ്യാനാ, ഞാനങ്ങനെ പറയുന്നുണ്ട്. അച്ഛൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതായിരിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഒരു കാര്യവും അങ്ങനെ ഡിമാൻഡ് ഒരു കാര്യത്തിലും. അല്ല, ഇത് രണ്ടും കിട്ടിയോന്ന് മാത്രം ഒന്ന് പറയാമോ? തിരുമേനിക്ക് കിട്ടിയിരുന്നോ ഈ രണ്ടുപേരും? ഞാൻ പറഞ്ഞു എനിക്കിപ്പോ എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കണം, കണക്കെടുത്ത് നോക്കി അതാ. അതുപോലെ ഈ പുഴുക്ക് അവര് തന്നിരുന്നോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലയോ, ഇപ്പൊ എത്രയോ ദിവസമായി. 21 വെച്ചാൽ ജസ്റ്റ് ഈ കഴിഞ്ഞ മാസം 21. ഞാൻ ഒരു മീറ്റിംഗില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യാക്കൂണുകൾ ആർക്കും ഉണ്ടാവാം. അതൊരു കുഴപ്പമായി കരുതേണ്ട കാര്യമില്ല. പക്ഷേ അതിന് നേരവും കാലവും നോക്കണം. സാധുക്കളായ വിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പരാതിയുമായി അവർ മുന്നോട്ട് വരില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. മെത്രാന്മാരെ, നായ്ക്കൾ നിന്നെക്കാളുമൊക്കെ എത്രയോ ഭേദമാണ്. അതിൻ്റെ ഒരു കൂടപ്പുറപ്പ് ചത്ത് കിടക്കുമ്പോൾ അവിടെ നിന്ന് നായ് പോലും അതിനിഷ്ടമുള്ള ഇറച്ചി കഷ്ണം കിട്ടിയാൽ തിന്നില്ല. നിനക്കൊക്കെ ഇതൊക്കെ എങ്ങനെ ഇറങ്ങുന്നു എന്നോർക്കുമ്പോഴാണ് അത്ഭുതം. ദയവായി വിശ്വാസികൾ ഇത്തരം മെത്രായോളികളെ ഭവനങ്ങളിൽ കയറ്റരുത്. ഇത്തരം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നവന്മാരെ കുറ്റിച്ചൂലെടുത്ത് ആശീർവദിക്കുക. ദുഃഖിതനായ ആ കുടുംബാംഗങ്ങളുടെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇനിയും മരണവീടുകളിൽ വ്യാക്കൂൺ തീർക്കാനായി ഇതുപോലെയുള്ള മെത്രായോളികൾ ഇറങ്ങരുത് എന്ന് കരുതി മാത്രമാണ് ഇത് ഞങ്ങൾ കൊടുക്കുവാൻ നിർബന്ധിതരായത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.